الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഫിഖ്ഹിൽ നമ്മൾ തുടർന്നു വന്ന പാഠഭാഗം അനന്തരാവകാശത്തിലാണ് എത്തി നിന്നത്. അടിസ്ഥാനപരമായി ഒരുപാട് വിഷയങ്ങൾ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ മനസ്സിലാക്കിയിരുന്നു. അതവിടെ തയ്യാറായിക്കോളൂ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോളൂ. അപ്പോൾ അനന്തരാവകാശത്തിൽ വന്ന അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറയാം. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് മുഅ്നതു തജ്ഹീസിഹി, അയാളുടെ സ്വത്തിൽ നിന്ന് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനം നമ്മൾ മാറ്റിവെക്കുന്നു. രണ്ടാമത്തത് അയാളുടെ സ്വത്തിൽ മറ്റുള്ളവരുടെ വല്ല അമാനത്തുകളുമുണ്ടെങ്കിൽ ആ അമാനത്തുകൾ അതിൻ്റെ ഉടമസ്ഥർക്ക് തിരികെ നൽകുന്നു. മൂന്നാമത്തേത് അയാൾക്ക് വല്ല കടബാധ്യതകളുമുണ്ടെങ്കിൽ ആ കടബാധ്യതകൾ നമ്മൾ വീട്ടുന്നു. നാലാമത്തേത് അദ്ദേഹം വല്ല വസീയത്തുകളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, വസീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായി മനസ്സിലാക്കി, മരണാനന്തരം സ്വത്ത് ഇന്നയാൾക്ക് ഇന്നവർക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മരണാനന്തരം എന്ന നിലയ്ക്ക് എഴുതിയാൽ അതിനെന്തു പറയും? വസീയത്ത് എന്ന് പറയും ഫിഖ്ഹിൽ. അപ്പോൾ അത് നാലാമതായി വസീയത്ത് സ്വത്തിൻ്റെ 1/3 കവിയാതെ നടപ്പാക്കണം. നമ്മൾ ഈ 1/3 എന്ന് പരിഗണിക്കുക വസീയത്ത് എഴുതുമ്പോൾ ഉള്ളതാണോ മരണപ്പെടുന്ന സമയത്തുള്ളതാണോ? കഴിഞ്ഞ ക്ലാസ് ഓർമ്മ ഉണ്ടോ നോക്കണമല്ലോ. മരണപ്പെടുന്ന സമയത്ത്, അതായത് ഒരാൾ സ്വത്ത് എഴുതുന്ന സമയത്ത് അയാൾ 1/3 ഉള്ളിലായി എഴുതിയത്, പക്ഷെ മരണപ്പെടുന്ന സമയത്ത് അത് സ്വത്തിൻ്റെ പകുതിയോളം എത്തുന്നുണ്ടെങ്കിൽ പരിഗണിക്കപ്പെടുക മരണപ്പെടുന്ന സമയത്തുള്ളതാണ്. 1/3 കൂടുതൽ സ്വത്ത് വസിയത്ത് ചെയ്യാൻ അനുവാദമുണ്ടോ? ഇല്ല. മരണം ഭയപ്പെടുന്ന രൂപത്തിലുള്ള രോഗാവസ്ഥയിലുള്ള ആൾക്ക് പോലും സ്വത്തിൻ്റെ 1/3 കൂടുതൽ ദാനം ചെയ്യാൻ തന്നെ അനുവാദമില്ല. പിന്നെ മരണാനന്തരം എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിൽ 5ാമത്തെ കാര്യമായിരുന്നു അനന്തര സ്വത്ത് ഓഹരി വെക്കുക എന്നുള്ളത്. അതിൽ അനന്തര സ്വത്തിൽ ഒന്ന് മരണപ്പെടുന്നൊരു വ്യക്തി ഉണ്ടാവണം. ആ മരണം എങ്ങനെ സ്ഥിരീകരിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒന്നുകിൽ മരണം ആളുകൾ സാക്ഷ്യം വഹിച്ചു, അല്ലെങ്കിൽ അയാൾക്ക് മരണത്തിൻ്റെ ഹുക്മ് നൽകി. നമ്മൾ പറഞ്ഞു കാണാതായി 4 വർഷത്തോളം അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ അത് പരിശോധിച്ച ശേഷം മരണത്തിൻ്റെ ഹുക്മ് നൽകും. അത് ആ വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് ഇദ്ദ ബാധകമാവുന്നത് മുതൽക്ക് അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നത് മുതൽക്കുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൽ വരും. അപ്പം ഒരാളുടെ മരണം സ്ഥിരീകരിക്കപ്പെടണം. അതെങ്ങനെ സ്ഥിരീകരിക്കപ്പെടുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാട്ടോ, ജസ്റ്റ് പറയണം. ഇത് കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അതതിൻ്റെ പ്രശ്നം. അതേപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിയിൽ നിന്ന് അനന്തരം എടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. അതിനാണ് വാരിസ് എന്നറിയാം. മുവരിസ് അനന്തരം വിട്ടേച്ചു പോകുന്ന ആൾ, മരണപ്പെടുന്ന വ്യക്തി. വാരിസ് അനന്തരം എടുക്കുന്ന ആൾ. സ്വാഭാവികമായി അനന്തരം എടുക്കുന്ന ആൾക്ക് അനന്തരം വിട്ടേച്ചു പോയ മരണപ്പെട്ട വ്യക്തിയുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് എന്ത് ചെയ്യണം? സ്ഥിരീകരിക്കപ്പെടണം. മൂന്നാമത്തത് അനന്തരാവകാശത്തിൻ്റെ റുക്ന് എന്ന് പറയുന്നത് അൽമാലുൽ മൗറൂസ്, അനന്തര സ്വത്ത്. ഈ 3 ഘടകങ്ങളില്ലാതെ അനന്തരാവകാശം ഇല്ല. അതുപോലെ തന്നെ അനന്തരം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് ഷുറൂത്തുണ്ട്.
വ്യക്തി മരിച്ചു എന്ന് ഉറപ്പ് വരണം. അനന്തരം ലഭിക്കേണ്ട ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഉറപ്പാകണം. അതുപോലെ തന്നെ അനന്തരം കിട്ടേണ്ട ബന്ധത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അനന്തരം എടുക്കുള്ളൂ. 3 കാരണം. 1 നെസബ്, രക്തബന്ധം. അതുപോലെ തന്നെ രണ്ടാമത്തത് നിക്കാഹ്, വിവാഹബന്ധം. ഇപ്പോൾ ഭാര്യ ഭർത്താവിന് അനന്തരം എടുക്കുന്നതും ഭർത്താവ് ഭാര്യയെ അനന്തരം എടുക്കുന്നത് ഏത് വഴിയാണ്? വിവാഹ ബന്ധം വഴിയാണ്, രക്തബന്ധം വഴിയല്ല. അതുപോലെ തന്നെ അൽ വലാ. എന്താണ് വലാ? കഴിഞ്ഞ ദിവസത്തിൽ പഠിച്ചതാണ്. 3ാമത്തെ ബന്ധമാണ് അൽ വലാ. എന്തായിരുന്നു? അടിമയെ ഒരാൾ മോചിപ്പിച്ചാൽ ആ അടിമയും യജമാനനും തമ്മിലുള്ള ബന്ധത്തിനാണ് എന്തു പറയുക? വലാ. ആ അടിമക്ക് മറ്റ് അനന്തരാവകാശങ്ങളില്ലെങ്കിൽ യജമാനന് അനന്തരം ലഭിക്കും. ഇനി അനന്തരാവകാശം പാടെ തടയപ്പെടാൻ ഇടവരുത്തുന്ന 3 കാരണങ്ങൾ. ഒരിക്കലും അനന്തരാവകാശം തടയപ്പെടാത്തവർക്ക് പോലും ഈ 3 കാരണം ഉണ്ടെങ്കിൽ അനന്തരാവകാശം തടയപ്പെടും. എന്താണത്? 1 കൊലപാതകം. കൊലപാതകിക്ക് എന്ത് കിട്ടൂല? അനന്തരം കിട്ടൂല. 2 മതം വ്യത്യസ്ത, വിശ്വാസം വ്യത്യസ്തമാകുക. 3 ഒരാൾ അടിമയാണെങ്കിൽ, കാരണം അടിമക്ക് ഉടമസ്ഥാവകാശം ഇല്ല എന്നുള്ളത് കൊണ്ട്. ഇനിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ഭാഗം. അതിൽ പുരുഷന്മാരിൽ നിന്ന് അനന്തരാവകാശിയായി വരാൻ സാധ്യതയുള്ളവർ 1 മകൻ, അതുപോലെ തന്നെ മകൻ്റെ മകൻ. എന്നാൽ മകനുള്ളപ്പോൾ മകൻ്റെ മകന് കിട്ടുകയില്ല. മകൻ എന്നുള്ള ഗണത്തിലുള്ളപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള ഗണങ്ങൾക്ക് കിട്ടുകയില്ല. 2 പിതാവ്, വാപ്പ, അതുപോലെ തന്നെ വല്യുപ്പ. എന്നാൽ വാപ്പയുള്ളപ്പോൾ വല്യുപ്പക്ക് സ്വത്ത് കിട്ടുകയില്ല. അതുപോലെ തന്നെ സഹോദരൻ. എന്നാൽ വാപ്പയോ മകനോ ഉണ്ടെങ്കിൽ സഹോദരന് സ്വത്ത് കിട്ടുകയില്ല. അടുത്തത് സഹോദരൻ്റെ മകൻ. എന്നാൽ സഹോദരൻ്റെ മകന് സഹോദരൻ ജീവിച്ചിരിക്കെ, അതേപോലെ തന്നെ വാപ്പയോ മരണപ്പെട്ട വ്യക്തി. അപ്പോൾ വാപ്പയോ പറഞ്ഞാൽ ആരെ വാപ്പാന്ന് ചോദിക്കരുത്. എപ്പോഴും നമ്മൾ ഈ ബന്ധം പറയണതൊക്കെ മരിച്ച ആളായിട്ടുള്ള ബന്ധമാണ്. ഒരാൾ ആദ്യം മരണപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ആരെ വാപ്പായിരിക്കും? ഈ മരണപ്പെട്ട ആളെ വാപ്പനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അനന്തരാവകാശത്തിൽ ബന്ധം പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള ബന്ധം പറയരുത്. ഉമ്മ മരണപ്പെട്ട് അങ്ങനെ പറയരുത്. ഒരു സ്ത്രീ മരണപ്പെട്ടു, മക്കള്, ഭർത്താവ്, ആ സ്ത്രീയുടെ വാപ്പാണെങ്കിൽ വാപ്പ, അങ്ങനെ പോവാം. അവരായിട്ടുള്ള ബന്ധം പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് മരണപ്പെട്ട മയ്യത്തിൻ്റെ വാപ്പ അല്ലെങ്കിൽ മകൻ എന്ന ഗണത്തിൽ ആരുണ്ടെങ്കിലും സഹോദര ഗണത്തിക്ക് സ്വത്തന്നെ പോവില്ല. അപ്പോൾ പിന്നെ സഹോദരൻ്റെ മകന് പോവും? ഇല്ല. അപ്പോൾ സഹോദരൻ്റെ മകൻ എന്നതിന് സഹോദരനുണ്ടെങ്കിലും തടയും. ഇനി സാഹോദര്യ ബന്ധത്തെ മൊത്തത്തിൽ തടയുന്ന മക്കളോ, അതായത് ആൺമക്കളോ അല്ലെങ്കിൽ വാപ്പയോ പിതൃഗണമോ മക്കൾ ഗണത്തിലോ ആൺകുട്ടികളുണ്ടെങ്കിൽ അവരും തടയും. അതുപോലെ തന്നെ ഈ സഹോദരൻ എന്നതിന് നമുക്ക് 3ആയി തരംതിരിക്കാം. അനന്തരം കിട്ടുന്ന 3 സഹോദരങ്ങളുണ്ട്. 1 അൽ അഖുഷഖീഖ്. ശരിക്കും ശ്രദ്ധിച്ചോളി. അൽ അഖുഷഖീഖ് 16ാമത്തെ പേജ്. അതെ, അതിൻ്റെ മുന്നത്തെ. അൽ അഖുഷഖീഖ്. എന്താ അഖുഷഖീഖ് എന്ന് പറഞ്ഞാൽ? വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ. രണ്ടാമത്തെ അൽ അഖുലി അബ്. ഇത് പൗതി ഉറങ്ങിയിട്ട് നമ്മളിഞ്ഞ് പെരെ പോയിട്ട് വാപ്പൻ്റെ സഹോദരൻ എന്ന് പറയരുത്. വാപ്പ മാത്രം ഒത്ത സഹോദരൻ. അതായത് കാരണം നമുക്കറിയുന്ന അറബിയിൽ അൽ അഹ് ലി അബ്, അതായത് വാപ്പൻ്റെ സഹോദരൻ എന്ന് നമ്മൾ അർത്ഥം വെച്ചാൽ ആകെ തെറ്റും. ഇവിടെ അൽ അഹ് ലി അബ് എന്ന് പറഞ്ഞത് ഇവിടെ
വാപ്പയിൽ മാത്രമുള്ള സഹോദരൻ, ഇമ്മ വേറെയാണ് രണ്ടാളെയും, ആരുടെ? മരിച്ച ആളുടെയും ഈ വ്യക്തിയുടെയും. അതാണ് അൽ അഖ് ലി അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലി അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പയൊത്ത സഹോദരൻ. അൽ അഖ് ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയൊത്ത സഹോദരൻ. ഇത് ഞാൻ ജസ്റ്റ് ആണുങ്ങളിൽ നിന്ന് അനന്തരാവകാശിയായി വരാൻ സാധ്യതയുള്ള മുഴുവൻ ആൾക്കാരെയും പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ ഇബ്നുൽ അഖ് അഷ്ഷഖീഖ്, വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ്റെ മകൻ. അതുപോലെ തന്നെ ഇബ്നുൽ അഖ് ലി അബ്, വാപ്പയൊത്ത സഹോദരൻ്റെ മകൻ അവിടെ ഉള്ളു. ഉമ്മയൊത്ത സഹോദരൻ്റെ മകനില്ല, അതവിടെ കഴിഞ്ഞ്. ഉമ്മയൊത്ത സഹോദരൻ വരെയുള്ളൂ, ആ സഹോദരൻ്റെ മകൻ എന്നതിലേക്ക് പോകുന്നില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് അത് അവിടെ ഇല്ലാത്തത്. ഇനി അത് കഴിഞ്ഞാൽ പിതൃവ്യഗണം, എന്നാണ് അമ്മ എന്ന് പറയാം. നമ്മൾ യാ അമ്മി യാ അമ്മി എന്നൊക്കെ പറയാം. പിതൃവ്യൻ എന്നാണ് ശരിക്കും. വാപ്പൻ്റെ സഹോദരൻ, മരിച്ച മയ്യത്തിൻ്റെ വാപ്പയുടെ സഹോദരൻ, അതാണ് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞ ബുനുവ എന്ന് പറഞ്ഞാൽ മക്കൾ, ആൺമക്കൾ, ആണുങ്ങളെക്കുറിച്ചാണല്ലോ പറയണത്. അപ്പോൾ ഞാൻ ആൺമക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കിയത് ആണുങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പറയുന്നത്. അപ്പോൾ ആ മകൻ എന്ന ഗണത്തിലുള്ളവർ ഉണ്ടെങ്കിൽ വാപ്പക്ക് നിർണിതമായ ഒരു ഓഹരി വാപ്പക്ക് എന്തായാലും ലഭിക്കും. വാപ്പ തടയപ്പെടില്ല, പിതാവ് തടയപ്പെടില്ല. എന്നാൽ വല്യുപ്പ എന്നുള്ള ഗണത്തിക്ക് സ്വത്ത് പോവോ? സ്വത്ത് വാപ്പുണ്ടെങ്കിൽ പോകൂല, വാപ്പല്ലെങ്കിൽ കിട്ടും. വാപ്പുണ്ടെങ്കിൽ പോകൂല. അപ്പോൾ വാപ്പയില്ലെങ്കിൽ വാപ്പൻ്റെ സ്ഥാനത്തേക്ക് ആര് വരും? വല്യുപ്പ വരും. ഇനി അതിൻ്റെ ശേഷത്തിലേക്ക് പോകണമെങ്കിൽ ഇവർ രണ്ട് ഈ പദവികളിലും ആരും ഉണ്ടാകാൻ പാടില്ല. മക്കൾ എന്ന ഗണത്തിൽ ഒരൊറ്റ ആൺതരി ഉണ്ടാവാൻ പാടില്ല, പിതാവ് എന്ന ഗണത്തിൽ ഒറ്റ ആൺതരി ഉണ്ടാവാൻ പാടില്ല. എന്നാലേ ഏത് ഗണത്തിക്ക് സ്വത്ത് പോവുള്ളൂ? സാഹോദര്യ ഗണത്തിക്ക് സ്വത്തന്നെ പോവുള്ളൂ. ഇനി സാഹോദര്യ ഗണത്തിൽ ഒറ്റ ആൺതരി ഉണ്ടാകാൻ പാടില്ല, എന്നാലേ എവിടേക്ക് പോവുള്ളൂ? പിതൃവ്യ ഗണത്തിക്ക് സ്വത്ത് പോകുള്ളൂ. അവിടെ പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും ഒത്ത പിതൃവ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണപ്പെട്ട മയ്യത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരേ ഉമ്മക്ക് വാപ്പക്കുള്ള എന്നർത്ഥം. വാപ്പ മാത്രം ഒത്ത പിതൃവ്യൻ, വാപ്പയും ഉമ്മയും ഒത്ത പിതൃവ്യൻ്റെ മകൻ, വാപ്പയൊത്ത പിതൃവ്യൻ്റെ മകൻ, ഇങ്ങനെയുള്ള ഇവരൊക്കെ ഈ അനന്തരാവകാശികൾ എന്ന ഗണത്ത് വരുന്നതാണ്. കിട്ടണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ദറജയിലുള്ള ആൾ ഉണ്ടാവാതിരിക്കണം. ഇനി ആണുങ്ങളിൽ നിന്ന് അനന്തരാവകാശിയായി വരുന്ന മറ്റൊരാൾ ഭർത്താവ്, അസ്സൗജ്. സൗജ് എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവ്. അതുപോലെ തന്നെ അൽ മുഅ്തിഖ്. ആരാ മുഅ്തിഖ്? അടിമയെ മോചിപ്പിച്ച വ്യക്തി. ഇനി സ്ത്രീകളിൽ നിന്ന്, അടുത്ത സ്ലൈഡ്. സ്ത്രീകളിൽ നിന്ന് ആരൊക്കെ അനന്തരം എടുക്കും? ഒന്ന് മകൾ, അല്ലെങ്കിൽ പെൺമക്കൾ. അപ്പോൾ പെൺമക്കളുടെ കുട്ടികളോ? അതാണ് അബ്നാഉന ബനു അബ്നാഇന, ബനു അബ്നാഇന അബ്നാഉന വബനു ബനാതിന അബ്നാഉർ റിജാലിൽ അബാഇദി. അതായത് നമ്മുടെ ആൺമക്കളുടെ മക്കൾ നമ്മളുടെ മക്കൾ എന്ന ഗണത്ത് വരുന്നതാണ്. എന്നാൽ നമ്മളുടെ പെൺമക്കളുടെ മക്കൾ ഇതുപോലെ മറ്റാരുടെയെങ്കിലും ആൺമക്കൾ എന്ന ഗണത്തിൽ അവരുടെ അനന്തരത്തിൽ വരുന്നതാണ്. അതായത് ഈ പെൺകുട്ടീനെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ ഈ കുട്ടിയൊക്കെ ഒരു വാപ്പുണ്ടാവുമല്ലോ, ആ വാപ്പൻ്റെ വാപ്പുണ്ടാവുമല്ലോ, അയാളുടെ മക്കൾ ഗണത്തിലാണ് ആ കുട്ടികൾ വരിക എന്നർത്ഥം, നമ്മളുടെ മക്കൾ ഗണത്തിലല്ല. അപ്പം അനന്തര സ്വത്തിൽ അത് സുപ്രധാനമാണ്. അപ്പം പെൺകുട്ടിയുടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് പോവില്ല? അനന്തരത്തിൽ വരില്ല. എന്നാൽ ആൺകുട്ടിയുടെ കുട്ടി എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുട്ടി വേറൊരു ആൺകുട്ടിയുടെ കുട്ടിയാവുമല്ലോ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അവിടെ ബിൻതുൽ ഇബ്ൻ, മകൻ്റെ മകൾ എന്നുള്ളത് ഈ പെൺകുട്ടിയായി പരിഗണിക്കപ്പെടുന്ന ഗണം വരും. അവർക്ക് സ്വത്ത് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഒറ്റക്കൊരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ പകുതി സ്വത്ത് ആ പെൺകുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പെൺകുട്ടികളുടെ വിഹിതത്തിലെ 1/6 ഈ മകൻ്റെ മകൾക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. അത് നമുക്ക്
കണക്ക് വരുമ്പോൾ പറയും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആരൊക്കെ അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ അൽ ആരാ അൽ എന്ന് പറഞ്ഞാൽ ഉമ്മ. അൽ ഉഖ്ത് ആരാ സഹോദരി. അതുപോലെ തന്നെ ആ ഉഖ്ത് എന്നുള്ളതിന് 3 തരണ്ട് സഹോദരി. വാപ്പയും ഉമ്മയും ഒത്ത സഹോദരി, അതിനാണ് എന്തു പറയുക, എന്താ പറയുക, അൽ ഉഖ്തു ശഖീഖ, അൽ അഖ് അശ്ശഖീഖ്, അൽ ഉഖ്തു ശഖീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഉമ്മയിലും വാപ്പയിലുമുള്ള സഹോദരി. അൽ ഉഖ്ത് ലി അബ്, വാപ്പയുടെ സഹോദരി അല്ലേ, അല്ല, വാപ്പയൊത്ത സഹോദരി. അതുപോലെ തന്നെ അൽ ഉഖ്ത് ലി ഉമ്മയൊത്ത സഹോദരി. ഇവരൊക്കെ സഹോദരി എന്നുള്ള ഗണത്ത് വരുന്നവരാണ്. അതുപോലെ തന്നെ അൽ ജദ്ദ, ആരാ ജദ്ദ, വല്യുമ്മ. ഉമ്മ ഉണ്ടെങ്കിൽ വല്യുമ്മക്ക് സ്വത്ത് പോകൂല. വല്യമ്മൻ്റെ മുന്നേ ഉമ്മ എന്ന് വന്ന്, ഉമ്മ അല്ലെങ്കിൽ വല്യമ്മക്ക് സ്വത്ത് പോകും. അസ്സൗജ, ആരാ സൗജ, ഭാര്യ. അതുപോലെ തന്നെ അൽ മുഅ്തിഖ, ആരാ മുഅ്തിഖ, അടിമയെ മോചിപ്പിച്ച സ്ത്രീ. നേരത്തെ അടിമയെ മോചിപ്പിച്ച പുരുഷൻ, ഇപ്പം അടിമയെ മോചിപ്പിച്ച സ്ത്രീ. ക്ലിയർ? അടുത്ത സ്ലൈഡ്. ഇനിയുള്ളത് 2 രൂപത്തിലാണ് അനന്തരാവകാശത്തിൽ ഓഹരി ലഭിക്കുക. 2 രൂപത്തിൽ. മൂന്നാമതൊന്നുണ്ടോ? ഇല്ല. അനന്തരാവകാശത്തിൽ ഓഹരി ലഭിക്കൽ 2 രൂപത്തിലാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. അൽ ഇർസു ബിൽ ഫർദ്, അൽ ഇർസു ബിൽ ഫർദ്. ഫർള് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നിർണയിച്ച ഓഹരി, നിർണിതമായ ഓഹരി. 3-1, 6-1, 3-2 എന്നൊക്കെ പടച്ച റബ്ബ് നിശ്ചയിച്ചൊരു ഓഹരി ഉണ്ടല്ലോ. അങ്ങനെ നിർണിതമായ ഓഹരി കിട്ടുന്നവർ. രണ്ടാമത്തത് അൽ ഇർസു ബിത്തഅസീബ്. നിർണിതമായ ഓഹരിക്കാർക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ളത് മൊത്തം കിട്ടുന്നവർ. ഈസിയാണ്, ഞാൻ ഒന്നുകൂടെ പറയാം. അനന്തരാവകാശത്തിൽ സ്വത്ത് കിട്ടുന്ന 2 രൂപത്തിൽ. അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, ബോർഡിൽ തന്നെ കാണിച്ചു തരാം ഉദാഹരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. കാരണം ഇതിങ്ങനെ ക്ലാസ് എടുക്കുന്ന സംഗതിയല്ല. ഇപ്പോൾ കണക്കിങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ശരിക്കും ബോർഡിൽ എഴുതി, നമ്മളും നോട്ട്ബുക്കിലൊക്കെ എഴുതി, പെന്നെടുത്ത് എഴുതി കുത്തി വരച്ചിട്ട് പഠിക്കേണ്ട സാധനമാണ്. അപ്പം 2 രൂപത്തിൽ അനന്തരം ലഭിക്കും. ഇതിൻ്റെ കുറച്ച് തിയറിയാണ്, ഇത് കുറച്ചൊക്കെ മനസ്സിലാവും. ഒന്ന് നിർണിതമായ ഓഹരി. അതാരെ നിർണയിക്കുക? ആരെ നിർണയിക്കുക? പടച്ചോൻ നിർണയിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ നിർണിതമായ ഓഹരി വഴി സ്വത്ത് കിട്ടുന്നവർ. രണ്ടാമത്തത് അനന്തരാവകാശിയാണ്, പക്ഷെ പടച്ച റബ്ബ് അവരുടെ സ്വത്തിൻ്റെ ഓഹരി നിശ്ചയിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെ കിട്ടുക? അവർക്ക് ഈ നിർണിതമായ ഓഹരിയൊക്കെ ഇങ്ങനെ കൊടുത്ത് 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 ബാക്കി എത്ര ഉള്ളൂ അത് അവർക്കാണ് കിട്ടുക. അതിനാണ് അസബ അല്ലെങ്കിൽ അൽ ഇർസു ബിത്തഅസീബ് എന്ന് പറയാം. അപ്പം എത്ര വിധമുണ്ട് അനന്തരാവകാശം കിട്ടുന്നത്? 2 വിധം. ഒന്ന് നിർണിത ഓഹരി, മറ്റൊന്ന് നിർണിത ഓഹരി കൊടുത്ത ശേഷം ബാക്കിയുള്ളത് കിട്ടുന്നോല്. ബാക്കിയുള്ളത് കിട്ടുന്നോല് എന്ന് പറഞ്ഞാൽ അവരെ ശേഷം പിന്നെ ഒരാൾക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് മകന്റെ ഓഹരി എത്ര? എവിടെയില്ല. മകന് തഅസീബ് വഴി മാത്രം അനന്തരം കിട്ടുള്ളൂ. അപ്പം അനന്തര സ്വത്ത് അവിടെ കൊടുക്കും. ഉദാഹരണത്തിന് വാപ്പുണ്ട്, ഉമ്മുണ്ട്. ആരമ്മ? ആരോ വാപ്പ? മരിച്ച മയ്യത്തിൻ്റെ വാപ്പിയമ്മയുണ്ട്, മകനുണ്ട്. അപ്പം നിങ്ങൾ പറയും ഇപ്പം ആരാ മരിച്ചു വയ്ക്കരുത്? ആരാ മകനാണ്? മയ്യത്തിൻ്റെ മകനാണ്, അല്ലാതെ ഈ വാപ്പൻ്റെയും മഞ്ഞ മകനല്ല. അതുകൊണ്ടാണ് ശരിക്കും ശ്രദ്ധിക്കാം. മസ്അലയിൽ വാപ്പുണ്ട്, ഉമ്മുണ്ട്, മകനുണ്ട്. അഥവാ മയ്യത്തിൻ്റെ വാപ്പ, മയ്യത്തിൻ്റെ ഉമ്മ, മയ്യത്തിൻ്റെ മകൻ. ഇവിടെ മകനുള്ള സന്ദർഭമായിട്ട് വാപ്പ കാറിലൊന്ന്, ഉമ്മ കാറിലൊന്ന്, ബാക്കി സ്വത്ത് മുഴുവൻ ആർക്ക്? മകന്. അപ്പം മകന് നിർണിതായ ഓഹരി ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ മരിച്ച വ്യക്തിയുടെ ഭാര്യയും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ ഭാര്യയ്ക്ക് 8-1 കൊടുത്ത്, ബാക്കി ആർക്കാ? മകൻ. അപ്പോൾ ഈ നിർണിതമായ ഓഹരിക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് ബാക്കി കിട്ടുന്ന ആക്കാണ് അസബ അല്ലെങ്കിൽ ഇർത്ത് ബിത്ത് അസീബ് എന്ന് പറയും. മനസ്സിലായോ? അവർക്ക് നിർണിത ഓഹരി ഉണ്ടാവും. ഈ 2 രീതിയെ അനന്തര സ്വത്തിൽ അനന്തരം എടുക്കുന്നവരുള്ളൂ. ഇനി നിർണിതമായ ഓഹരികൾ, അതായത് പടച്ച റബ്ബ് നിർണയിച്ച ഓഹരികൾ ഇത്രയേ ഉള്ളൂ. നിർണിതമായ ഓഹരി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വിശുദ്ധ ഖുർആനിൽ. ഏതൊക്കെയാണ്? 1, 3/2 കിട്ടുന്ന സാഹചര്യം. 3/2 കിട്ടുന്ന സാഹചര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ മരണപ്പെട്ട് അയാൾക്ക് പെൺമക്കളുണ്ട്, ആ ഒന്നിലധികം പെൺകുട്ടികളുണ്ട്, അവരുടെ കൂടെ ആൺകുട്ടികളില്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് എത്ര ഉണ്ടാവും? 3/2 സ്വത്തുണ്ടാവും. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പോൾ 3/2 വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഓഹരി. നിർണയിക്കപ്പെട്ട ഓഹരിയിൽ ഏറ്റവും വലിയ ഓഹരി ഏതാണ്? 3/2. ഇനി ഒരൊറ്റ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് കിട്ടുന്നതാണ് പകുതി. അതേപോലെ തന്നെ മക്കളില്ലാത്ത സ്ത്രീ മരണപ്പെട്ടാൽ അവരുടെ ഭർത്താവിനും കിട്ടും എന്ത്? പകുതി. അപ്പോൾ പകുതി എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഏറ്റവും വലിയ ഓഹരി കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് പകുതി. പിന്നെ വരുന്നത് 3/1. മരണപ്പെട്ട വ്യക്തിക്ക് മക്കളില്ല, സഹോദരങ്ങളും ഇല്ലെങ്കിൽ ഉമ്മക്ക് എത്ര കിട്ടും? ഉമ്മക്ക് 3/1 കിട്ടും. അപ്പോൾ വാപ്പക്ക് ബാക്കി സ്വത്ത് മുഴുവനും കിട്ടും. അപ്പോൾ അവിടെ വാപ്പാര അസബ. കാരണം വാപ്പക്ക് നിർണീതായ ഓഹരി ഉണ്ടാവും, കാരണം അവിടെ മക്കളില്ലാത്തതുകൊണ്ട്. ക്ലിയർ? അപ്പോൾ അതിനാണ് 3/1 കിട്ടുന്ന സാഹചര്യം. അത് ഉമ്മക്ക് വരുന്നൊരു സാഹചര്യമാണ്, ഉമ്മക്ക് അല്ലെങ്കിൽ വല്യമ്മക്കൊക്കെ. പിന്നെ റുബു, 1/4 ഭാഗം കിട്ടുന്ന സാഹചര്യം വരുന്നുണ്ട്. അതായത് ഭർത്താവിന്, മരണപ്പെട്ട സ്ത്രീക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് 4/1 കിട്ടുക. പകുതിൻ്റെ പകുതി, അതായത് 4/1. ഇനി മരണപ്പെട്ട പുരുഷന് മക്കളില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എത്ര കിട്ടും? 4/1. അപ്പോൾ ഈ 4/1 വരുന്ന 2 സന്ദർഭമാണത്. ഇനി സുദുസ്, 6/1 കിട്ടുന്ന ഘട്ടം. 6/1 മരണപ്പെട്ട വ്യക്തിക്ക് മക്കളുണ്ടെങ്കിൽ ഉമ്മക്കും 6/1, അതേപോലെ വാപ്പക്കും 6/1. ഞാൺമക്കളില്ലെങ്കിൽ വാപ്പക്ക് 6/1 പുറമെ ബാക്കിയുള്ള സ്വത്തും കിട്ടും. 6/1 കിട്ടും, ബാക്കിയുള്ള സ്വത്തും. അപ്പം നിർണിതമായ ഓഹരി വരുന്നൊരു ഘട്ടം 6/1 എന്നുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ എന്താ അറിയോ, ഇത് കിട്ടുന്ന സാഹചര്യം നിങ്ങളിങ്ങനെ ആലോചിച്ച് ബേജാറാണ്. നിങ്ങളിപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഖുർആനിലുള്ള നിർണിതമായ ഓഹരികൾ എന്ന് പറയുന്നത് 1 3/2, അര, 3/1, 4/1, 6/1, 8/1. ഇനി വേറൊരു നിർണിതമായ ഓഹരി ഉണ്ടോ? ഇല്ല. ഇതാണ് നിർണിതമായ ഓഹരി. ഇനി അടുത്ത സ്ലൈഡ്. അനന്തരത്തെ നമുക്ക് കിട്ടുന്നതിനെ 8/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ഈ മരിച്ച പുരുഷന് മക്കളില്ലെങ്കിൽ, അത് ആ സ്ത്രീയിൽ തന്നെ ആവണമെന്നില്ല. മരിച്ച പുരുഷന് മക്കളില്ലെങ്കിൽ ഭാര്യയ്ക്ക് എത്ര ലഭിക്കും? 4/1 ലഭിക്കുന്നതാണ്. അതേ സ്ഥാനത്ത് ആ മരിച്ച പുരുഷന് മക്കളുണ്ടെങ്കിലോ ഭാര്യയ്ക്ക് 8/1. അതാണ് 8/1. പോട്ടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണ്ടില്ലേ? മാഷാ അല്ലാഹ്. ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ പറയണത്, അപ്പോൾ ശ്രദ്ധിക്കണ്ടേ? മാഷാ അല്ലാഹ്. അനന്തരം കിട്ടുന്നത് ഇതിലൊന്ന്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അനന്തരം കിട്ടുന്നതിന് നമ്മൾ 2ആയിട്ട് തരംതിരിച്ച്, നിർണിതമായ ഓഹരി, അതേപോലെ തന്നെ നിർണിതമായ ഓഹരി കൊടുത്ത ശേഷം ബാക്കി കിട്ടുന്നത്. ഞാൻ എൻ്റെ കൂട്ടത്തിലേക്ക് നമ്മളൊരു സാധനം കൂടെ ചേർക്കണം ഇവിടെ, നേരത്തെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ. അഥവാ ഒന്ന് സാഹിബുൽ ഫർദ്, നിർണിത ഓഹരി ലഭിക്കുന്നവർ. അവർക്ക് പടച്ചോന് ഇന്ന അവസ്ഥയിലാണെങ്കിൽ ഇത്രയും നിശ്ചയിച്ചിട്ടുണ്ടാവും, ആ നിശ്ചയിച്ചങ്ങോട്ട് കിട്ടും. അത് നിർണിത ഓഹരി, അതിന് സാഹിബുൽ ഫർദ് എന്ന് പറയും. അപ്പോൾ അനന്തരം എടുക്കുന്ന ആളിലെ ഒരാൾ സാഹിബുൽ ഫർദ്, നിർണിത ഓഹരി കിട്ടുന്ന ആൾ. രണ്ടാമത്തേത് അസബ,
നിർണിത ഓഹരിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് കിട്ടുന്ന വ്യക്തിക്കാണ് നമ്മൾ എന്ത് പറയാം? അസബ എന്ന് പറയാം. ഇനി ഇവരാണ് അനന്തരാവകാശികൾ. ഈ അനന്തരാവകാശികൾ ഇല്ലെങ്കിലോ ബാക്കിയുള്ള അനന്തരാവകാശികളിൽ പെടാത്ത ബന്ധുമിത്രാദികളെ പരിഗണിക്കും. അവർക്കാണ് എന്ത് പറയുക? ദൂ റഹിം അല്ലെങ്കിൽ ദവിൽ അർഹാം എന്നൊക്കെ പറയാം. കുടുംബബന്ധക്കാർ അവരെന്തല്ല? അനന്തരാവകാശികൾ അല്ല. പക്ഷെ അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നവരാണ് ആര്? ദവിൽ അർഹാം. അടുത്തത്, ഇനി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ല, അത് കോടതി നോക്കിയിട്ട് നോക്കും, അതിലുള്ള ബന്ധങ്ങളൊക്കെ നോക്കിയിട്ട് വീതം ചെയ്ത് കൊടുക്കും. ഇതിൽ ഒരവസരത്തിലും അനന്തരം തടയപ്പെടാത്ത 6 പേർ, അതായത് എന്ന് പറഞ്ഞാൽ ഒരു മസ്അലാന്ന് അനന്തരാവകാശത്ത് പറയുന്നത് വെച്ചാൽ ഒരു മരിച്ച മയ്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന അവകാശികളുടെ പേരിങ്ങനാണ്ട് എഴുതും നമ്മൾ. എന്നിട്ട് അതിന് കിട്ടാത്ത ആൾക്കാരെങ്ങനെ വിട്ടു, ബാക്കിയുള്ള ആൾക്കാരുണ്ടാവില്ല. അതിനാണ് ഒരു മസ്അല എന്ന് പറയും. അങ്ങനെ ഒരു മസ്അല വന്നാൽ വെട്ടാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. നമുക്ക് മസ്അലയെന്ന് വെട്ടാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് തടയപ്പെടാത്തവർ എന്ന് പറഞ്ഞത്. ഒന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, രണ്ടാളും കൂടി ഉണ്ടാവില്ല. അതായത് അവകാശമായിട്ട് ഒരാൾ ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ഭാര്യ മരിച്ച ഭർത്താവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഭാര്യ ഉണ്ടാവും. ഒരു മസലയിൽ ഭാര്യയും ഭർത്താവും കൂടി വരില്ല. കാരണം രണ്ടാളും മരിക്കൂല. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവരുടേതാണ് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു മസലയിൽ ഒരിക്കലും ഭാര്യയും ഭർത്താവും ഉണ്ടാവില്ല, ഷുവറാണ്. അപ്പോൾ ഇതിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർക്കൊരു ഓഹരി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ അൽ അബവാൻ, ഉപ്പയും ഉമ്മയും. അപ്പോൾ ഒരു മസാലയിൽ ഉപ്പി ഉമ്മ ഉണ്ടെങ്കിൽ അവർക്കൊരു വിഹിതം, എന്തെങ്കിലും ഒരു വിഹിതം അതിൽ ഉണ്ടാവും. കിട്ടാത്ത സാഹചര്യം എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ സഹോദരൻ എന്ന് വെച്ചാലോ, സഹോദരന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഉമ്മ എന്നുണ്ടെങ്കിൽ ഉമ്മക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവില്ല. ഉപ്പ എന്നുണ്ടെങ്കിൽ ഉപ്പക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അൽ വലദാൻ അഥവാ മകൻ അല്ലെങ്കിൽ മകൾ, ഈ പറയുന്ന ആരെങ്കിലും മരണപ്പെട്ട വ്യക്തിക്കുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓഹരി എന്തായാലും ഈ അനന്തരാവകാശത്തിൽ നിന്ന് കിട്ടും. കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുകയില്ല. അടുത്ത സ്ലൈഡിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അല്ല അതന്നെ. അപ്പോൾ ഇതിൽ നിർണിതമായ ഓഹരി കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് ഭർത്താവിന് ഒന്നുകിൽ സ്വത്തിൻ്റെ പകുതി അല്ലെങ്കിൽ കാൽഭാഗം. രണ്ടാമത്തത് വല്യുപ്പക്ക് ഒന്നുകിൽ 6/1, അതായത് വാപ്പല്ലെങ്കിൽ 8, 6/1 അല്ലെങ്കിൽ 6/1 ബാക്കിയുള്ളതും കിട്ടുന്ന സാഹചര്യം വരും. പിന്നെ അൽ അഖവാത്തു ഷഖീഖാത്ത്, വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിമാർ, അവർക്ക് 3/2 കിട്ടുന്ന സാഹചര്യം വരും. പകുതി സ്വത്ത് കിട്ടുന്ന സാഹചര്യം വരും. അതേപോലെ തന്നെ അവർക്ക് അസബയാകുന്ന സാഹചര്യം വരും. അതായത് ബാക്കിയുള്ള സ്വത്തും മുഴുവൻ അവർ ആണിനും പെണ്ണിനും പങ്കിട്ടെടുക്കുന്ന സാഹചര്യം വരും. അതുപോലെ തന്നെ സൗജ പറഞ്ഞാൽ ഭാര്യ, അത് ഭാര്യയോ ഭാര്യമാരോ ആയിരിക്കാം. അതുപോലെ തന്നെ വല്യുമ്മ അല്ലെങ്കിൽ വല്യുമ്മമാർ, അതുപോലെ തന്നെ വാപ്പയൊത്ത സഹോദരിമാർ, ഉമ്മ, പെൺമക്കൾ, അതുപോലെ തന്നെ ഉമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ മാർഗത്തിലൂടെയുള്ള സഹോദരങ്ങൾ, അതാണ് ഉമ്മയൊത്ത സഹോദരങ്ങൾ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർക്ക് നിർണിതമായ ഓഹരിയാണ്. മറ്റേ സഹോദരങ്ങളെ മാതിരിയല്ല, ഇവർക്ക് നിർണിതമായ ഓഹരിയാണ്. അതുപോലെ തന്നെ വാപ്പക്ക് നിർണിതമായ ഓഹരി കിട്ടുന്ന സാഹചര്യമുണ്ട്. വാപ്പ രണ്ടിലും വരുന്ന ആളാണ്, അസബയിലും വരും, നിർണിതമായ ഓഹരിയിലും വരും. ബനാത്തുൽ ഇബ്ൻ, ആൺകുട്ടിയുടെ പെൺമക്കൾ, അതായത് ആൺകുട്ടിയുടെ പെൺമക്കൾ, മരിച്ച മയ്യത്തിൻ്റെ മകൻ്റെ മകൾ എന്ന ഗണത്തിൽ വരുന്നവർ. അടുത്ത ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കും.
കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കുക. ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചാണ് നമ്മളങ്ങനെ ഒരു മസാല ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ. ഇപ്പോൾ ഇതിൽ മരിച്ച മയ്യത്തിൻ്റെ വാപ്പുണ്ട്, മകനുണ്ട്, മകൻ്റെ മകനുണ്ട്, ആരുണ്ട്? ഭാര്യയാണോ ഭർത്താവാണോ? ഭർത്താവ് കേട്ടോ. കാരണം നമ്മൾ എഴുതുമ്പോൾ സൗജ എന്ന് എഴുതിയാൽ ഭാര്യ, സൗജ് എന്ന് എഴുതിയാൽ ഭർത്താവ്. മനസ്സിലാക്കാൻ രണ്ട് രൂപത്തിലും പറയാമെങ്കിലും. അപ്പം അബ് വാപ്പ, വാപ്പക്ക് അവിടെ നമ്മൾ 6 കൊടുക്കാനുള്ള കാരണം മകൻ ഉണ്ടെങ്കിൽ പിന്നെ വാപ്പക്ക് നിർണീതമായ ഓഹരിയാണ് കിട്ടുക. അപ്പോൾ കാരണം 2 അസബ് ഉണ്ടാവില്ല, 2 കാറ്റഗറിയിലുള്ള അസബ് ഉണ്ടാവില്ല. അസബ എന്ന് പറഞ്ഞാൽ ബാക്കി സ്വത്ത് കിട്ടുന്ന ആൾ. അപ്പോൾ മകൻ എന്നുള്ളത് അസബയായി ഉണ്ടാവുമ്പോൾ വാപ്പ ഓട്ടോമാറ്റിക്കലി അസബയല്ലാതായി മാറും. അപ്പോൾ വാപ്പക്ക് 6 കൊടുക്കാനുള്ള കാരണം എന്താ? മകനുള്ളത് കൊണ്ട്. ഇനി മകൻ്റെ മകന് കിട്ടിയോ? എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ക്രോസ് ചെയ്ത് കിട്ടൂല എന്ന് പറഞ്ഞേ? മകനുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു പദവിൻ്റെ താഴെ പദവിയിലുള്ള ആൾ മുകളിലത്തെ പദവിയുള്ള ആൾ ഉണ്ടാകുമ്പോൾ താഴെ പദവി താക്ക് കിട്ടൂല. അപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ ഭർത്താവിന് 4 കൊടുത്തത്. കാരണം മയ്യത്തിന് മക്കളുണ്ട്. മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ 4. മക്കളില്ലെങ്കിൽ നമ്മൾ എത്ര കൊടുക്കുമായിരുന്നു? പകുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നോക്കേണ്ടത് ഇതിൻ്റെ എന്താ അംശം എന്തൊക്കെ പറയില്ല കണക്കിൽ, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിനെന്താ പറയാന്നുള്ളത് നമ്മളിതിന് പറയാം മക്കാമ് എന്താ പറയാ. അപ്പം 4ഉം 6ഉം ഹരിച്ചാൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക 12. അതിൽ നിന്ന് 6 ഹരിച്ചാൽ 2 കിട്ടും. അപ്പോൾ 2 വാപ്പക്ക് കൊടുത്ത് ബാക്കി 4 12 ഹരിച്ചാൽ എത്ര കിട്ടും? 3. അത് നമ്മൾ 3 ഭർത്താവിന് കൊടുത്ത് ബാക്കി എത്ര ഉണ്ട്? 7. അതാരും കൊടുത്ത്? മകന് കൊടുത്ത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അനന്തരാവകാശം ഇല്ല, ഇത് എടുക്കാൻ ഇങ്ങനെ എടുക്കാൻ കഴിയില്ലത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് ഉള്ളൊരു ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെടുത്തത്. ബാക്കി നമുക്കൊരു അതിനൊരു ദൗറൊക്കെ വേണമെങ്കിൽ നടത്താം ഇൻഷാ അല്ലാഹ് കേട്ടോ. ബാക്കിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫുള്ള് കണക്കാണ്. അപ്പോൾ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആണെങ്കിൽ അടുത്ത ഒരു ക്ലാസ് കൂടി നോക്കാം. ഇതന്നെ വേണമെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കുറച്ച് കണക്കുകൾ കാണിക്കാം ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് ചോദ്യം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അനന്തരം കിട്ടുന്ന 2 രീതികൾ ഏതൊക്കെ? യാസർ